ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അർഷു മീഡിയ. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് വളരെ ഈസിയായി പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അതിന് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പ് ഉണ്ടായിരിക്കേണ്ടതാണ്. ആദ്യമായി ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് ഫോട്ടോഷോപ്പിനകത്ത് മൗസ് കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആവശ്യമുള്ള ഫയൽ ലൊക്കേഷനിൽ പോയി ഫയൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം സൈഡിലുള്ള ഈ ടൂൾ ബാറിൽ ക്രോപ്പ് ബട്ടൺ സെലക്ട് ചെയ്ത് മുകളിലായിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 3x4 എന്ന സൈസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ സമയത്തും റെസൊല്യൂഷൻ 300 ആയിരിക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഇതുപോലെ ക്രോപ്പ് ചെയ്യുക. ശേഷം എൻ്റർ ചെയ്യുകയോ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. ശേഷം ഞാൻ എൻ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഫോട്ടോ കറക്റ്റായിട്ട് സൈസിൽ ക്രോപ്പ് ആയിരിക്കുകയാണ്. ശേഷം Ctrl+N പ്രസ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഒരു ന്യൂ പേജ് ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ ന്യൂ പേജിൻ്റെ മുകളിലായിട്ട് ഇമേജ് സൈസ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് സൈസിലാണ് നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്നത് ആ സൈസ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ 10x15 എന്നൊരു സൈസിലാണ് പ്രിൻ്റ് അടിക്കുന്നത്. ഇവിടെയും റെസൊല്യൂഷൻ 300 നൽകുക. ശേഷം എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പേജ് റെഡി ആയിരിക്കുകയാണ്. ഇനി മൂവ് ടൂൾ സെലക്ട് ചെയ്ത് ഈ കാണുന്ന മൂവ് ടൂൾ സെലക്ട് ചെയ്ത് ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവരിക. അപ്പം ഫോട്ടോസ് നമ്മൾ പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് ലെയർ ബാർ കാണാം. അഥവാ നിങ്ങൾക്ക് ലെയർ ബാർ കാണാൻ സാധിച്ചില്ലെങ്കിൽ F7 ചെയ്താൽ ലെയർ ബാർ ഇവിടെ വരുന്നതാണ്. ഇപ്പോൾ ലെയർ ബാർ നമ്മുടെ സൈഡിലായിട്ട് വന്നിരിക്കുകയാണ്. ഇനി ലെയർ ബാറിനകത്ത് കാണുന്ന ഈ ചെറിയ കോളത്തിൽ കൺട്രോൾ വെച്ച് മൗസ് പ്രസ് ചെയ്താൽ ഇപ്പോൾ ഇതുപോലുള്ള ഒരു ഫ്രെയിം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശേഷം മുകളിലായിട്ടുള്ള M ടൂൾ സെലക്ട് ചെയ്ത് മാർക്കി ടൂൾ സെലക്ട് ചെയ്ത് ഫോട്ടോസിനകത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ താഴെയായിട്ട് സ്റ്റോക്ക് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഓക്കെ നൽകുക. ഇതിൻ്റെ അടുത്ത് നിങ്ങൾ കൂടുതലായിട്ട് 10 കൊടുത്താൽ ഇതുപോലുള്ള വലിയ ഫ്രെയിം ലഭിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഫ്രെയിം ലഭിക്കാൻ ചെറിയ രീതിയിൽ 1, 2 ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 1 സെലക്ട് ചെയ്തിരിക്കുകയാണ്. താഴെയായിട്ടുള്ള കാണുന്ന കളറിൽ നിങ്ങൾക്ക് ചേഞ്ച് വരുത്താവുന്നതാണ്. ഇത് ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ കളറാവും നന്നായിരിക്കുക. ഓക്കെ, ശേഷം ഓക്കെ നൽകുക. ഇപ്പോൾ നമ്മുടെ ഫോട്ടോയ്ക്ക് ഒരു ചെറുതായിട്ടുള്ളൊരു ഫ്രെയിം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ശേഷം Ctrl+T സെലക്ട് ചെയ്ത് ഈ ഫോട്ടോയെ റൊട്ടേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ശേഷം ഈ സൈഡിലായിട്ട് കാണുന്ന റൂളർ പതുക്കെ ഇങ്ങോട്ട് ഫോട്ടോയിലേക്ക് വരച്ചു കൊണ്ടുവരിക. എന്നാൽ നിങ്ങൾക്ക് ഫോട്ടോ കട്ട് ചെയ്യാൻ എളുപ്പമാവും. എല്ലാ സമയത്തും ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോ നിങ്ങൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഈ മൂവ് ടൂൾ തന്നെ സെലക്ട് ചെയ്യണം. ഇപ്പം ഞാൻ മൂവ് ചെയ്യിക്കാൻ പോവുകയാണ്. മുകളിലായിട്ടുള്ള ഈ റോളർ ഞാൻ ഇതുപോലെ കൊണ്ടുവരികയാണ്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ കോപ്പി എടുക്കാൻ നിങ്ങൾ ആൾട്ട് പ്രസ് ചെയ്ത് ഫോട്ടോയ്ക്ക് മുകളിൽ മൗസ് വെച്ച് പതുക്കെ മൂവ് ചെയ്യിച്ചാൽ അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് വേണമെങ്കിൽ ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡബിളായിട്ട് ഉപയോഗിക്കാം. അതിന് Ctrl+E പ്രസ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ 2 ഫോട്ടോ ലോക്കായി. ഇനി ആൾട്ട് പ്രസ് ചെയ്ത് മൂവ് ചെയ്യിക്കുന്ന സമയത്ത് 2 ഫോട്ടോ ഒരുമിച്ച് നിങ്ങൾക്ക് ഇതുപോലെ കൊണ്ടുവരാവുന്നതാണ്. വീണ്ടും ഇതിനെ ലോക്ക് ചെയ്യാൻ Ctrl+E സെലക്ട് ചെയ്യുക. പതുക്കെ ആൾട്ട് പ്രസ് ചെയ്ത് മൗസ് മൂവ് ചെയ്യിക്കുക. 8 ഫോട്ടോ ഇപ്പോൾ നമ്മളെ പേജിൽ റെഡി ആയിരിക്കുകയാണ്. ഇനി ജസ്റ്റ് ഇതിനെ പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. നിങ്ങൾ Ctrl+P പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രിൻ്റർ സെലക്ട് ചെയ്ത് പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.